Question number 9. Okay, a firm acquired 2 tractors under hire purchase agreement. Details of which were as follows. Date of purchase, tractor A, tractor B. അതായത് രണ്ട് ട്രാക്ടറാണ് നമ്മൾ വാങ്ങിക്കുന്നത്, അത് ഹയർ പർച്ചേസിലാണ് വാങ്ങിക്കുന്നത്. മക്കളെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ടിന്റെ ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ മനസ്സിലാക്കണം, അതാണ് കോസ്റ്റ് ഓഫ് അസറ്റ്. ഇതൊരു വെറൈറ്റി പ്രോബ്ലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇതിൽ നമ്മൾ എന്തില്ല, റീപൊസഷനും ഇല്ല, ഇത് നോർമൽ പ്രോബ്ലം അല്ല, ഇത് നമ്മുടെ CA ഫൗണ്ടേഷൻ റിലേറ്റഡ് ആയിട്ട് ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് ടോപ്പിക്കാണ്. Both agreements provided for payment to be made in 24 monthly installments of ₹600 each for tractor A and 800 each for tractor B. Installment paisa 600 രൂപയും 800 രൂപയാണ്. ഓക്കെ, വാട്ട് എവർ, നോ പ്രോബ്ലം. ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. ആ ഇൻസ്റ്റാൾമെന്റ് എത്രയാണ് ഇൻട്രസ്റ്റ്, എത്രയാണ് പ്രിൻസിപ്പൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കമൻസിംഗ് ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് ദി മന്ത് ഫോളോയിങ് പർച്ചേസ്. ഏപ്രിൽ 1 വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ 30 നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യാം. ഓൾ ഇൻസ്റ്റാൾമെന്റ്സ് ബീങ് പെയ്ഡ് ഓൺ ഡ്യൂ ഡേറ്റ്സ്. എല്ലാ ഇൻസ്റ്റാൾമെന്റും കറക്റ്റ് ആയിട്ട് പേ ചെയ്യുന്ന അർത്ഥം, അതായത് റീപൊസഷൻ ഇല്ല എന്നർത്ഥം. ബട്ട് on 30th June 2012 tractor B was completely destroyed by fire. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ്. 30 ജൂണിന് ട്രാക്ടർ ബി എന്ന് പറയുന്ന അസറ്റ് എന്തായി, കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആയിപ്പോയി, നശിച്ചു പോയി. In full settlement on 10th July 2012 an insurance company paid ₹15,000 under a comprehensive policy. Full stop. 5,000 രൂപ ഇൻഷുറൻസ് കമ്പനി തന്നെന്ന് പറയുന്നു. ഓക്കെ, ഇൻഷുറൻസ് കമ്പനി തന്നാലും നമ്മൾ ഒരാൾക്ക് വിറ്റിട്ട് പൈസ തന്നാലും എങ്ങനെയായാലും ജേർണൽ എൻട്രി അസറ്റ് സെയിലിലെ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ് ടു അസറ്റ്. Any balance on the hire purchase company's accounts in respect of these transactions was to be written off. അതായത് എന്തെങ്കിലും നഷ്ടം ലാഭം ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം, അത് ആ വേർഡിന്റെ മീനിങ്. ഓക്കെ, അത് അവർ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ചെയ്യും. The firm prepared accounts annually to 31st December. അതൊരു ഇമ്പോർട്ടന്റ് ആൻഡ് നോട്ട് ചെയ്ത് വെക്കണം. And provide depreciation on tractors on straight line basis at the rate of 20% per annum, rounded off to nearest 10 rupees. 10 rupees-ലേക്ക് ആക്കണം. Apportioned as from the date of purchase up to the date of disposal. You are required to record these transactions in the following accounts, carrying out the balances on 31st December 2011 and 31st December 2012. ഈ രണ്ട് കൊല്ലത്തെ അക്കൗണ്ട്സ് ആണ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്. മക്കൾ ഇതെല്ലാം ബേസിക് ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കിയാൽ മാത്രം മതി. ട്രാക്ടേഴ്സ് ഓൺ ഹയർ പർച്ചേസ്, അതായത് അസറ്റ് അക്കൗണ്ട്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്, ഡിസ്പോസൽ ഓഫ് ട്രാക്ടർ അക്കൗണ്ട്, 3 അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. ഈ 3 അക്കൗണ്ടും ജേർണൽ എൻട്രീസ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി, ബാക്കി ജേർണൽ എൻട്രീസ് എല്ലാം ഇഗ്നോർ ചെയ്തോ. ബാക്കി ജേർണൽ എൻട്രീസ് എന്ന് പറയുന്നത് അസറ്റ് പർച്ചേസ് ചെയ്യുന്ന ജേർണൽ എൻട്രി ആവശ്യമുണ്ട്. പിന്നെ രണ്ടാമത്തെ ജേർണൽ എൻട്രി ഡൗൺ പേയ്മെന്റ് ആവശ്യമില്ല, കാരണം ഡൗൺ പേയ്മെന്റ് എന്ന് പറയുന്നത് ഹയർ വെണ്ടർ അക്കൗണ്ട് അപ് ടു ബാങ്ക് ആണ്. ഹയർ വെണ്ടർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നില്ല, ബാങ്ക് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജേർണൽ എൻട്രിയിലെ ഡെബിറ്റ് സൈഡോ ക്രെഡിറ്റ് സൈഡോ ഈ 3 ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ജേർണൽ എൻട്രി കൺസിഡർ ചെയ്യണ്ടൂ. അല്ലെങ്കിൽ എല്ലാ ജേർണൽ എൻട്രിയും ഇഗ്നോർ ചെയ്തു. ഓക്കെ, ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ കിട്ടിയ പാടെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും വായിച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾ മുന്നിൽ എടുത്തു വെക്കണം. ഓക്കെ, എന്റെ കയ്യിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ പേടിക്കണ്ട. Tractors on hire purchase account, provision for depreciation on tractors account, disposal of tractors account. ഈ 3 അക്കൗണ്ട് പ്രിപ്പയർ ആയിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം, എന്നാൽ ഞാൻ ജസ്റ്റ് പേര് കാണിച്ചു തന്നേ. അടുത്തത് ശ്രദ്ധിക്കുക എല്ലാവരും. കോസ്റ്റ് പ്രൈസ് ഓഫ് ട്രാക്ടർ എ, അതായത് കോസ്റ്റ് പ്രൈസ് ഓഫ് ട്രാക്ടർ എ എന്ന് പറയുന്നത് ഫസ്റ്റ് അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ്. ഓക്കെ, ഫസ്റ്റ് ട്രാക്ടറിന്റെ പൈസ എത്രയാണ്, കോസ്റ്റ് എത്രയാണ്, 14,000 രൂപ. ഡിപ്രീസിയേഷൻ ഒരു കൊല്ലത്തേക്ക് 2,800. മക്കളെ 2,800 ഒരു കൊല്ലത്തേക്ക് ചോദിച്ചിട്ടില്ല, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാം. എനിക്ക് എപ്പോൾ കംഫർട്ട് സോണിൽ ഞാൻ പോകും, എന്റെ കംഫർട്ട് സോൺ. അതായത് ഡിപ്രീസിയേഷൻ പെർ ആനം ഒരു കൊല്ലത്തേക്ക് ഡിപ്രീസിയേഷൻ എത്ര, 2,800. മനസ്സിലാക്കേണ്ടത് ഈ അസറ്റ് വാങ്ങിക്കുന്നത് 1 ഏപ്രിലാണ്, ഇയർ എൻഡ് ചെയ്യുന്നത് 31st ഡിസംബർ ആണ്. അതായത് 1 ഏപ്രിൽ മുതൽ 31st ഡിസംബർ വരെ 9 മാസമേ ഉള്ളൂ. എന്നിട്ട് ഫസ്റ്റ് കൊല്ലത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 2,800 ഒരു കൊല്ലത്തേക്കാണെങ്കിൽ into 9/12 that is equal to 2,100. ഓക്കെ, ഫസ്റ്റ് ഇയറിന്റെ ഡിപ്രീസിയേഷൻ ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ, രണ്ടാമത്തത് കോസ്റ്റ് പ്രൈസ് ഓഫ് ഡിപ്രീസിയേഷൻ 19,000, അതിന്റെ ഒരു കൊല്ലത്തെ ഡിപ്രീസിയേഷൻ 3,800. എത്രയാണ്, 3,800. എന്താണ്, 19,000 into 20%. മക്കളെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് കുറച്ചും കൂടി ഈസിയാണ്, കാരണം ഡിപ്രീസിയേഷന്റെ എമൗണ്ട് മാറൂല. ഫസ്റ്റ് കൊല്ലം എത്രയാണോ അത് തന്നെയാണ് എല്ലാ കൊല്ലം.
ബട്ട് ഒരു കൊല്ലത്തെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ച ഒരു കൊല്ലത്തെ ഡിപ്രീസിയേഷൻ കാണിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. എത്ര മാസമാണോ അസറ്റ് യൂസ് ചെയ്യുന്നത് അത്ര മാസത്തേക്ക് നിങ്ങൾ ഡിപ്രീസിയേഷൻ കാണിക്കാൻ പറ്റും. എത്ര മാസമാണോ അസറ്റ് യൂസ് ചെയ്യുന്നത് അത്ര മാസത്തേക്ക് ഡിപ്രീസിയേഷൻ കാണിക്കാൻ പറ്റും. ഇനി നമ്മൾ ആ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. അതായത് സാധാരണ നമ്മളെ ഒരു അപ്രോച്ച്, അതായത് ക്വസ്റ്റ്യൻ വായിക്കുന്നതിനനുസരിച്ച് ആൻസർ ചെയ്ത്. ഓക്കെ, അതാണ് നമ്മുടെ മെത്തേഡ്. ക്വസ്റ്റ്യൻ വായിക്കുന്നതിനനുസരിച്ച് ആൻസർ ചെയ്ത്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചു. ഫസ്റ്റ് നമുക്ക് തന്നെന്ന് വെച്ചാൽ അസറ്റ് വാങ്ങിക്കുന്നതും ഫസ്റ്റ് അസറ്റ് ഇപ്പോൾ വാങ്ങിക്കുന്നത് 1/4/2011. ഓക്കെ, 1/4/2011 ആണ് ഫസ്റ്റ് അസറ്റ് വാങ്ങിക്കുന്നത്. അതിന്റെ ജേർണൽ ട്രാക്ടേഴ്സ് ഓൺ ഹയർ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു. ഓക്കെ, ട്രാക്ടേഴ്സ് ഓൺ ഹയർ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ വെൻഡർ. ഓക്കെ, കാരണം എന്താന്ന് വെച്ചാൽ ഹയർ വെൻഡർ പേരും തന്നിട്ടില്ല, അതുകൊണ്ട് ഹയർ വെൻഡർ നമുക്ക് എഴുതാം. ഓക്കെ, ഹയർ വെൻഡർ. ഓക്കെ, ഫൈൻ. ട്രാക്ടേഴ്സ് ഓൺ ഹയർ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ വെൻഡർ. എത്ര എമൗണ്ട്? 14,000, 14,000 രൂപ. ഇനി അടുത്ത ജേർണലിന്റെ ഡൗൺ പേയ്മെന്റ് ആണ്. ഡൗൺ പേയ്മെന്റിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇഗ്നോർ ചെയ്യാം. ഓക്കെ, മൂന്നാമത്തെ ഇൻട്രസ്റ്റിന്റെ ജേർണൽ എൻട്രി ആണ്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് അപ് ടു ഹയർ വെൻഡർ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നില്ല, ഹയർ വെൻഡർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല, അതും ഇഗ്നോർ ചെയ്തു. അടുത്ത ജേർണൽ എൻട്രി ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് ആണ്. ജേർണൽ എൻട്രി ഹയർ വെൻഡർ അക്കൗണ്ട് അപ് ടു ബാങ്ക്, അതും നിങ്ങൾ ഇഗ്നോർ ചെയ്തു. എന്തുകൊണ്ടാ? അതും നമ്മുടെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യുന്നത്? അടുത്ത ജേർണൽ എൻട്രി എന്താ? ജേർണൽ എൻട്രി ഡിപ്രീസിയേഷന്റെ ജേർണൽ എൻട്രി. ഡിപ്രീസിയേഷന്റെ ജേർണൽ എൻട്രി എന്താ? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. എന്താ ജേർണൽ എൻട്രി? സോറി, ആ ഇയർ എൻഡ് എത്തുന്നതിന് മുന്നേ ആ കൊല്ലം തന്നെ വേറൊരു അസറ്റും കൂടി വാങ്ങിക്കുന്നു. ട്രാക്ടർ 1/10/2011 ടു ഹയർ വെൻഡർ അക്കൗണ്ട്. 1/10/2011 ഹയർ വെൻഡർ അക്കൗണ്ട്. എത്ര എമൗണ്ട്? 19,000. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഓക്കെ, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ 31/12/2011 ബൈ ഡിപ്രീസിയേഷൻ. ഓക്കെ, എത്രയാ ഡിപ്രീസിയേഷൻ? അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. ഫസ്റ്റ് അസറ്റിന്റെ ഡിപ്രീസിയേഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 2,100. എങ്ങനെ കിട്ടിയത്? 2,800 ആണ് ഒരു കൊല്ലത്തെ ഡിപ്രീസിയേഷൻ. നമ്മൾ ആ അസറ്റ് യൂസ് ചെയ്യുന്ന ഏപ്രിൽ മുതൽ 31 ഡിസംബർ ആയതുകൊണ്ട് 9 മാസം 2,100 കിട്ടി. രണ്ടാമത്തെ അസറ്റിൻ്റെത് 3,800 ആണ് 1 ഇയറിലേക്ക് നമ്മൾ കണ്ടുപിടിച്ചത്. നമുക്ക് വേണ്ടത് ഫോർ ദ പീരീഡ് ആണ്. പീരീഡ് എന്ന് പറയുന്നത് ഏതാണ്? 1/10/2011 മുതൽ 31/12/2011, അതായത് 3 മാസത്തേക്ക്. നമ്മൾ എന്ത് ചെയ്യാം? 3 മാസത്തേക്കുള്ള ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് എത്ര കിട്ടും? 950 കിട്ടും. എത്ര കിട്ടും? 950 കിട്ടും മക്കളെ. അതായത് നിങ്ങൾ എന്ത് ചെയ്തോ? പോയിട്ട് ഡിപ്രീസിയേഷനിൽ എഴുതിക്കോ. അതായത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ എഴുതിക്കോ 2,100 പ്ലസ് 950. 2,100 പ്ലസ് 950 ഏതാണ്? 2,100. ഈ 2,100ഉം ഈ 950. ഇതാണ് ഫസ്റ്റ് കൊല്ലത്തെ ഡിപ്രീസിയേഷൻ. ഓക്കെ, എത്ര എമൗണ്ട്? ടോട്ടൽ 3,050 വരും. 3,050 വരും. എന്താ ജേർണൽ? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ക്രെഡിറ്റ് സൈഡ് ഉള്ളതുകൊണ്ട് ക്രെഡിറ്റ് സൈഡ് പോസ്റ്റ് ചെയ്യും. ഇനി മക്കളെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അസറ്റ് രണ്ടായിട്ട് തന്നെ എടുക്കണേ. ഇപ്പൊ അത് മൈൻഡിൽ ഉണ്ടായാൽ മതി, വേറെ ഒന്നും വേണ്ട. ശ്രദ്ധിക്കുക. അടുത്ത ജേർണൽ എൻട്രി എന്ന് പറയുമ്പോൾ ഡിപ്രീസിയേഷൻ ക്ലോസിംഗ് ജേർണൽ എൻട്രി. എന്താ ജേർണൽ എൻട്രി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു ഡിപ്രീസിയേഷൻ. അങ്ങനെ ഒരു ലെഡ്ജർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് അതും ഇഗ്നോർ ചെയ്തു. ഇനി അടുത്തത്, അതായത് ഒരു കൊല്ലം നമ്മുടെ കഴിഞ്ഞു. നമ്മൾ എന്താ ചെയ്യുക? ബാലൻസ് ചെയ്യും. ശ്രദ്ധിക്കുക എല്ലാവരും, ബാലൻസ് ചെയ്യും. 31/12/2011 to balance carried on. എത്ര എമൗണ്ട്? 3,050. 1/1/2012 by balance brought down 3,050. ഓക്കെ, അതേപോലെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 31/12/2011 by balance carried down എത്ര എമൗണ്ട്? if I am right 33,000. എത്രയാണ്? 33,000. മക്കളെ, നമ്മുടെ അസറ്റിന്റെ വാല്യൂ കോസ്റ്റിലാണ് ഉണ്ടാവുക ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 33,000. ഓക്കെ, 33,000. മക്കളെ, അതിനെന്താ സംഭവിക്കുന്ന വെച്ചാല്
ഇൻസ്റ്റാൾമെന്റ് സർ ഇൻസ്റ്റാൾമെന്റ് മന്ത്ലി അല്ലേ, അങ്ങനെയൊന്നും നോക്കണ്ട. ഇൻസ്റ്റാൾമെന്റ് മന്ത്ലി അത് മന്ത്ലി പേ ചെയ്യുന്നില്ല. ആ ലെഡ്ജറും നമ്മൾ പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അതൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. അടുത്ത കൊല്ലത്തെ ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് എല്ലാം വിട്ടെ 6 മാസം കഴിഞ്ഞാൽ നമ്മുടെ അസറ്റ് എന്തായി, നശിച്ചു പോയപ്പോൾ ഇൻഷുറൻസ് കമ്പനി പൈസ തരാന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ അസറ്റ് റിലേറ്റഡ് എത്രയാണ് ലാഭം എത്രയാണ് നഷ്ടം നമ്മൾ കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് 6 മാസം അസറ്റ് യൂസ് ചെയ്ത 6 മാസത്തേക്ക് ഡിപ്രീസിയേഷൻ ഇല്ലേ? ഉണ്ട്. 1 മാസം അസറ്റ് യൂസ് ചെയ്താൽ 1 മാസത്തേക്ക് ഡിപ്രീസിയേഷൻ ഉണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ അസറ്റ് ഏത് അസറ്റാണ് ഡിസ്ട്രോയ് ആയത്? ട്രാക്ടർ ബി ആണ്. ഓക്കെ, ട്രാക്ടർ ബി ആണ്. ട്രാക്ടർ ബിന്റെ എന്ത് ചെയ്തു? ഡിപ്രീസിയേഷൻ ഫോർ സെക്കൻഡ് ഇയർ നമ്മൾ കണ്ടുപിടിച്ചു. അതായത് 1/1/2012 മുതൽ 30/6/2012 വരെ എത്രയാണ്? 3800 × 6/12 6 മാസത്തേക്കുള്ള ഡിപ്രീസിയേഷൻ. അത് എത്രയാ? 1900. ഓക്കെ, കാരണം അത് ഡിസ്ട്രോയ് ചെയ്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ജേർണൽ പാസ് ചെയ്യണം. എന്താ ജേർണൽ എൻട്രി? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ 30/6/2012 എന്താ ജേർണൽ എൻട്രി? ബൈ ഡിപ്രീസിയേഷൻ എത്ര എമൗണ്ട്? 1900. അതായത് നമ്മൾ ഫസ്റ്റ് ജേർണൽ എൻട്രി പാസ് ചെയ്തു. എന്തിന്റെ ജേർണൽ എൻട്രി? ഡിപ്രീസിയേഷന്റെ ജേർണൽ എൻട്രി പാസ് ചെയ്തു. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോ, ഡൗട്ട് ഒന്നും വേണ്ട, ഞാൻ എല്ലാം പറഞ്ഞുതരും. ഒരു മൈന്യൂട്ട് കാര്യം ഞാൻ പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനിൽ 2 മെത്തേഡ് ഫോളോ ചെയ്യാം. അതായത് അസറ്റ് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിസ്പോസ് ചെയ്യാന്ന് സെയിലിന് തുല്യമാണ്, ഒഴിവാക്കാനുള്ള രീതി. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എത്രയാണോ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനിൽ ബാലൻസ് ഉള്ളത് അത് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്പോസൽ ഓഫ് ട്രാക്ടേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രീറ്റ് ചെയ്യണം. അതേപോലെ അസറ്റ് അക്കൗണ്ട് എത്രയാണോ ബാലൻസ് ഉള്ളത് അതും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ക്ലോസ് ചെയ്യണം. സെയിൽ വരുമ്പോൾ അതും അസറ്റ് ഡിസ്പോസൽ മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അസറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് 2 കാര്യങ്ങളാണ്, ഒന്ന് അസറ്റ് അക്കൗണ്ടും ഒന്ന് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും. ഈ 2 അക്കൗണ്ടും നമ്മൾ ക്ലോസ് ചെയ്യണം. മക്കളെ പറയുന്ന മനസ്സിലാക്കോ, ഏത് അസറ്റ് ആണോ സെയിൽ ചെയ്യുന്ന അതിന്റെ മാത്രം, അതാണ് ഇമ്പോർട്ടൻസ്. ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ 33,000 അസറ്റ് ക്ലോസ് ചെയ്യും. അത് തെറ്റാണ്. നിങ്ങൾ ഏതാണോ ഡിസ്പോസ് ചെയ്യുന്നത് ആ അസറ്റ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ക്ലോസ് ചെയ്യാൻ പറ്റും. ആ അസറ്റിന്റെ വാല്യൂ മാത്രമേ ക്ലോസ് ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ക്ലോസ് ചെയ്യാം. എന്താ ജേർണൽ എൻട്രി? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ക്രെഡിറ്റ് ബാലൻസ് ആണ് മക്കളെ. അത് ക്ലോസ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് 36/2012 പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു ട്രാക്ടർ ഡിസ്പോസൽ എന്താ? ഡിസ്പോസൽ ഓഫ് ട്രാക്ടർ അക്കൗണ്ട് ടു ഡിസ്പോസൽ ഓഫ് ട്രാക്ടർ അക്കൗണ്ട്. ഡിസ്പോസൽ ഓഫ് ട്രാക്ടർ അക്കൗണ്ട്. സർ എത്ര എമൗണ്ട്? എമൗണ്ട് ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഈ അസറ്റിന് റിലേറ്റഡ് ആയിട്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് 950 rupees ആണ്. രണ്ടാമത്തെ കൊല്ലം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് 1900 ആണ്. ഇൻ ടോട്ടൽ എന്ന് പറയുന്നത് 1900 പ്ലസ് 950 ദാറ്റ് ഈസ് 2850. എത്രയാണ്? 2850. നിങ്ങൾ അതെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഡിസ്പോസൽ ഓഫ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യണം. 36/2012. കാരണം ജേർണൽ എൻട്രി എന്താ പറയുന്നത്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു ഡിസ്പോസൽ ഓഫ് ട്രാക്ടർ അക്കൗണ്ട്. അതുകൊണ്ട് 2 അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് 2 പോസ്റ്റ് ചെയ്യണം. ഡിസ്പോസൽ ഓഫ് ട്രാക്ടർ അക്കൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ബൈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എത്ര എമൗണ്ട്? 2850. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ മാത്രം എടുത്താൽ മതി. ചില കുട്ടികൾ ചെയ്തിട്ടുണ്ടാവുന്ന വെച്ചാൽ 2 ഡിപ്രീസിയേഷൻ എടുത്തു. അതായത് 2100, 950 പിന്നെ 1900 3 എടുത്തിട്ട് ചെയ്തിട്ടുണ്ടാവും. തെറ്റല്ലേ? ഏത് അസറ്റ് ആണോ സെയിൽ ചെയ്യുന്നത് അതിന് റിലേറ്റഡ് ആയിട്ട് ഡിപ്രീസിയേഷൻ നമ്മൾ മാറ്റേണ്ടത്. അത് അസറ്റ് സെയിൽ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് വരുന്നത്. ബാക്കിയുള്ളതെല്ലാം ബാലൻസ് ഷീറ്റ് അങ്ങനെ തന്നെ ഉണ്ടാവും. ഓക്കെ, അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അസറ്റ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതേപോലെ ക്ലോസ് ചെയ്യണം. എന്താ ജേർണൽ എൻട്രി? അസറ്റിന്റെ ഡെബിറ്റ് ബാലൻസ് ആവുള്ള അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ജേർണൽ എൻട്രി ഡിസ്പോസൽ ഓഫ് ട്രാക്ടർ അക്കൗണ്ട് ടു അസറ്റ് അക്കൗണ്ട്. ഡിസ്പോസൽ ഓഫ് ട്രാക്ടർ അക്കൗണ്ട് ടു അസറ്റ് അക്കൗണ്ട്. മക്കളെ അതും 33,000 അല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ അസറ്റിന്റെ വാല്യൂ, അതായത് നമ്മൾ ഡിസ്പോസ് ചെയ്ത അസറ്റിന്റെ വാല്യൂ എത്രയാണ് അത് മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ക്ലോസ് ചെയ്യാൻ പറ്റും. അതായത് 19,000. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? അത് ഡിസ്പോസൽ ഓഫ് അസറ്റ് അക്കൗണ്ടിൽ 36/2012 എഴുതിയിട്ട് ടു ട്രാക്ടർ അക്കൗണ്ട് ടു ട്രാക്ടർ. ഓക്കെ, എത്ര എമൗണ്ട്? 19,000. ഓക്കെ, 19,000. മക്കളെ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇൻഷുറൻസ് കമ്പനിയിൽ കിട്ടിയ പൈസന്റെ ട്രീറ്റ്മെന്റ്. എന്താ ട്രീറ്റ്മെന്റ്? സാധാ അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി എന്താ? ജേർണൽ ക്യാഷ് അക്കൗണ്ട് ടു അസറ്റ്. മക്കളെ അസറ്റ് ഓൾറെഡി നമ്മൾ ക്ലോസ് ചെയ്തിട്ട് 0 ആക്കിയിട്ട് മക്കളെ
സീറോ ആക്കിയില്ലേ, ആദ്യം നിങ്ങൾ ക്രെഡിറ്റ് ചെയ്താൽ ക്രെഡിറ്റ് ബാലൻസ് ആവൂലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്, സെയിം ഡേറ്റിന് ബൈ ക്യാഷ് 15,000 രൂപ. നോക്കിയാട്ടെ, നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒന്നുകിൽ ഡയറക്റ്റ് ബാലൻസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 19,000 രൂപന്റെ അസറ്റിന് ടോട്ടൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് 2,850. അതായത് ഇപ്പോഴത്തെ ആ അസറ്റിന്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 16,150. എന്നിട്ട് നിങ്ങൾ അത് 15,000 രൂപയെ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. എന്നിട്ട് എന്ത് വരും, ലോസ് വരും ബൈ P&L അക്കൗണ്ട് ബാലൻസിങ് ഫിഗർ. ഓക്കെ, എത്ര എമൗണ്ട് 1150, if I am right 1150. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, ആ അസറ്റ് അക്കൗണ്ട് അവിടെ ബാലൻസ് ചെയ്യാം, അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. 19,000 ടാലി ആയി. ഓക്കെ, അത് ടാലി ആയി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളോട് പറയുന്നത് വെച്ചാൽ 31st December 2012 വരെയുള്ള അക്കൗണ്ട്സ് ആണ് ചെയ്യേണ്ടത്. ആ അക്കൗണ്ട്സ് ചെയ്തോ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ 31st December 2012 നമ്മൾ ആദ്യം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. ഏത് ഡിപ്രീസിയേഷൻ? ട്രാക്ടർ എ എന്ന് പറയുന്നത് നമ്മൾ വിറ്റിട്ടൊന്നുമില്ലല്ലോ, അതിന് ഒരു കൊല്ലത്തെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണ്ടേ. അതിന് ഒരു കൊല്ലത്തെ ഡിപ്രീസിയേഷൻ എത്രയാണ് നമ്മൾ ഓൾറെഡി അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മെനക്കെടൊന്നും വേണ്ട, ഇവിടുന്ന് എടുത്താൽ മതി 2,800. ഓക്കെ, അത് 2,800 ഇവിടെ കാണിക്കുക. ഓക്കെ, 2,800 കാണിച്ചതിന് ശേഷം ആ ലെഡ്ജർ അക്കൗണ്ട് നിങ്ങൾ ഒന്ന് ബാലൻസ് ചെയ്തു. കാരണം പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ബാലൻസ് ഉണ്ടാകുന്ന ഒരു ലെഡ്ജർ ആണ്. അതുകൊണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ 3,050 പ്ലസ് 1,900 പ്ലസ് 2,800 മൈനസ് 2,850 നിങ്ങൾക്ക് ബാലൻസ് കിട്ടും 4,900. 31/12/2012 ബൈ 2 ബാലൻസ് ക്യാരി ഡൗൺ. ഇത് ബാലൻസിങ് ഫിഗർ ആണ്. ഓക്കെ, ഞാൻ ബാലൻസിങ് ഫിഗറിൽ റൗണ്ട് ചെയ്തിടുന്നുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, അസറ്റ് അക്കൗണ്ട്. അസറ്റ് അക്കൗണ്ട് മക്കൾ ഒരു മാറ്റമില്ല, അസറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചാർജ് ചെയ്യുന്നില്ല ഡിപ്രീസിയേഷൻ. അതുകൊണ്ട് തന്നെ അസറ്റ് ജസ്റ്റ് ബാലൻസ് ചെയ്താൽ മതി. 33K ആണ് ടോട്ടൽ. ഇവിടെയും 33K വരാം. ഓക്കെ, 31/12 ബാലൻസ് എത്രയുണ്ടാവുക ബൈ ബാലൻസ് ക്യാരി ഡൗൺ എത്രയുണ്ടാവുക 14K. എത്രയുണ്ടാവുക 14K. കാരണം എന്താ, 19,000 രൂപന്റെ അസറ്റ് വിറ്റു, ബാക്കി എത്രന്റെ അസറ്റ് ആവുള്ള 14,000 രൂപന്റെ അസറ്റ്. ഇനി ബൈ ചാൻസ് ചില ആൾ പറയും, സർ ഈ ലോസ് കണ്ടുപിടിച്ചത് സർ ഒന്നുകൂടിയും സ്റ്റെപ്പായിട്ട് ചെയ്തു തരോ. ലോസ് കണ്ടുപിടിച്ചത് ഞാൻ ചെയ്തുതരാം. ഓക്കെ, ശ്രദ്ധിക്കല്ല. കോസ്റ്റ് ഓഫ് അസറ്റ് 19,000. ഓക്കെ, നമുക്ക് അറിയേണ്ടത് ബുക്ക് വാല്യൂ ആണ്. ബുക്ക് വാല്യൂ ഈസ് ഈക്വൽ ടു ഓക്കെ കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ടിൽ ഡേറ്റ്. ടിൽ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 36. അതാണ് ആ വേർഡ് തന്നെ ഞാൻ ആ ബുക്കിൽ വരെ കൊടുത്തിട്ടുണ്ട്, എന്റെ മെറ്റീരിയൽ വരെ അങ്ങനെ കൊടുത്തത്. കാരണം നമുക്കെല്ലാം ഡൗട്ട് വരും, കുറെ ഡൗട്ട് വരും. 19,000 മൈനസ് ഓക്കെ ഡിപ്രീസിയേഷൻ ടിൽ ഡേറ്റ് എന്ന് പറയുമ്പോൾ 2,850. ബ്രാക്കറ്റ് വേണമെങ്കിൽ എഴുതിക്കോ. ഫസ്റ്റ് ഇയറിലെ 950 സെക്കൻഡ് ഇയറിലെ 1,900. if I am right 950 plus 1,900 that is equal to 16,150 കിട്ടും ബുക്ക് വാല്യൂ. ഓക്കെ, സെയിൽ വാല്യൂ ഓക്കെ, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇൻഷുറൻസ് കമ്പനിയിൽ എഴുതിക്കോ. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ അത് രണ്ടും സെയിം ആണ് മക്കൾ, അതൊന്നും വലിയ സംഭവമാക്കിയിട്ട് എടുക്കണ്ട. സെയിൽ വാല്യൂ 15,000. ഓക്കെ, profit or loss equal to sale value minus book value, that is equal to 15,000 minus 16,150, that is equal to 1,150. നെഗറ്റീവ് വന്നാൽ ലോസ്. മക്കളെ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. നമ്മൾ ഇന്നലെ 16th ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തു. ഓക്കെ, 31st March 2018 ആണ് എന്ത് ചെയ്യുന്നത്, ഡീഫോൾട്ട് വരുന്നത്. ഓക്കെ, 31st March 2018 ഡീഫോൾട്ട് വരുന്നു. ആ ഡീഫോൾട്ട് വരുന്നവരോട് ചെയ്യുന്നത് നമുക്ക് ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, സാധാ ജേർണൽ എൻട്രീസ് പോസ്റ്റ് ചെയ്യാം. ഡീഫോൾട്ട് ചെയ്യുന്ന കൊല്ലം നമ്മൾ ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യില്ല, ബാക്കി എല്ലാ കൊല്ലം ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യും. നമുക്ക് അങ്ങനെ കിട്ടിയ ബാലൻസ് ആണ് 3,53,280 അസറ്റ് അക്കൗണ്ട്. ഓക്കെ, 6 സ്കൂട്ടറിന്റെ വാല്യൂ ആണ് 3,53,280. അതേപോലെ ബാനുവിന് കൊടുക്കാനുള്ളത്, അതായത് ഹയർ വെണ്ടറിന് കൊടുക്കാനുള്ളത് 1,65,000. ഓക്കെ, 1,65,000. എല്ലാവരും ശ്രദ്ധിക്കാം. ഇനി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ എഗ്രീഡ് വാല്യൂ കിട്ടി. if I am right 78,890. ഓക്കെ, 78,890 ആണ് എഗ്രീഡ് വാല്യൂ കിട്ടുന്നത്.
അതേപോലെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 3,53,280 എന്ന് പറയുന്നത് 6 അസറ്റിനാണ് ഇൻറ്റു 2/6 എന്ന് പറയുന്നത് 1,17,760 ആണ്. മക്കളെ ഞാൻ പറയുന്ന വെച്ചാൽ എന്റെ 1,17,000 അസറ്റ് അവര് 78,890 എടുത്തു. അതായത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ആ അസറ്റ് ചിലപ്പോൾ ഞാൻ പുറത്ത് വിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഇതിനെക്കാട്ടിയും കൂടുതൽ പൈസ കിട്ടിയിട്ടുണ്ടാവും. വാട്ട് എവർ മേ ബി, എന്തായാലും ലോസ് ആണ്. ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ബാനു അക്കൗണ്ട് ഡെപ്റ്റർ, ബാനു എന്ന് പറയുന്നത് ഹയർ വെൻഡർ ആണ്. എത്ര എമൗണ്ട്? 78,890 എഗ്രീഡ് വാല്യൂ ടു സ്കൂട്ടർ, അതായത് ടു സ്കൂട്ടർ അക്കൗണ്ട് എത്ര? 1,17,760. പി ആൻഡ് എൽ അക്കൗണ്ട് ലോസ് ഓൺ സറണ്ടർ എന്ന് പറയുന്നത് എത്രയാണ്? ബാലൻസിങ് ഫിഗർ, ദാറ്റ് ഈസ് 1,17,760 മൈനസ് 78,890, 38,890. എത്രയാണ്? 38,890. ശ്രദ്ധിക്കുക എല്ലാവരും 38,890. സോറി, 1,17,760 മൈനസ് 78,890 എന്ന് പറയുന്നത് 38,870 ആണ്. ഓക്കെ, 38,870. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ റീപൊസഷന്റെ ജേർണൽ എൻട്രി പാസ് ചെയ്യാം. മക്കളെ നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് സൈഡ് ബാനു ആവുള്ളത്, എന്നിട്ട് നമ്മൾ ബാനുവിന്റെ അക്കൗണ്ട് ഫസ്റ്റ് പോസ്റ്റ് ചെയ്യാം. ബാനു അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിം ഡേറ്റിനെ മക്കളെ മാറ്റുന്നില്ല. ബാനു അക്കൗണ്ട് ഡെപ്റ്റർ ടു സ്കൂട്ടർ. ഇനി ചില ആൾക്കാരുടെ ഡൗട്ട് എന്ന് വെച്ചാൽ 78,890 കാണിക്കണോ 1,17,760 കാണിക്കണോ? മക്കളെ അതാത് ലെഡ്ജർ കോമ്പൗണ്ടിങ് ജേർണൽ എൻട്രി ആണെങ്കിൽ അതാത് ലെഡ്ജറിൽ അതായത് ജേർണലിൽ എന്താണോ റെപ്രസെന്റ് ചെയ്യുന്നത്, ബാനുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന 78,890, അന്നേരം 78,890 മാത്രമേ കാണിക്കാൻ പറ്റൂ ബാനുവിന്റെ അക്കൗണ്ടിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ അത് മനസ്സിലാക്കണ്ടേ, ബാനുവിന്റെ 78,890 ലയബിലിറ്റി കുറഞ്ഞു ആസെറ്റ് എടുത്തതുകൊണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? സെയിം ജേർണൽ എൻട്രി സെയിം ഡേറ്റിന് നമ്മൾ എവിടെയും പോസ്റ്റ് ചെയ്യണം. സ്കൂട്ടറിന്റെ അക്കൗണ്ടിൽ ബൈ ബാനു 78,890, പിന്നെ സെയിം ഡേറ്റിന് എന്ത് ചെയ്യാം? ബൈ പി ആൻഡ് എൽ അക്കൗണ്ട് ബ്രാക്കറ്റിൽ ലോസ് ഓൺ സറണ്ടർ അല്ലെങ്കിൽ ലോസ് ഓൺ റീപൊസഷൻ വാട്ട് എവർ, പ്രശ്നമൊന്നുമില്ല. 38,870. മക്കളെ ഇതിപ്പോ 1/4/2018 ആണ്. 1/4/2018 എന്ന് പറയുമ്പോ ഞാൻ അങ്ങനെ ചെയ്യുന്നതാ. ഞാൻ എന്തുകൊണ്ടാ ചെയ്യുന്നത്? കഴിഞ്ഞ കൊല്ലം തന്നെ ചെയ്യുമ്പോൾ ബാലൻസ് ചെയ്യാണ്ട് ചെയ്യുമ്പോൾ കുറെ കൺഫ്യൂഷൻസ് വരും. ആ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സിംഗിൾ ഒരു കൊല്ലത്ത് അടുത്ത കൊല്ലത്തേക്ക് മാറ്റിയിട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അടുത്ത കൊല്ലം മാറ്റണ്ട, ബാലൻസ് ചെയ്തിട്ട് ചെയ്യാൻ. മക്കളെ എവിടെയും പറയുന്നില്ല ബാലൻസ് ചെയ്ത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടാണ്, ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്. ഓരോ ദിവസത്തെ ലെഡ്ജർ വേണമെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെ ഇത്രം വരെ ചെയ്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി ഇതിനെ കുറിച്ച് കൂടുതലൊന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ലെങ്കിൽ, ഓക്കെ, ക്വസ്റ്റ്യനിൽ പറയുന്ന റീപൊസഷൻ വരെയുള്ള ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ അസറ്റ് അക്കൗണ്ട് അവിടെ തന്നെ ക്ലോസ് ചെയ്യാം. സർ ഡിപ്രീസിയേഷൻ, മക്കളെ ഡിപ്രീസിയേഷൻ അല്ല, ഞാൻ ഡേറ്റ് എടുക്കുന്നത് 1/4/2018 തന്നെയാണ്. അന്നത്തെ അസറ്റിന്റെ ബാലൻസ് ആഫ്റ്റർ റീപൊസഷൻ എത്രയാണ്? ഏത് ഡേറ്റും ബാലൻസ് എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞ് എടുക്കുന്നില്ല. ഒരു കൊല്ലം കഴിഞ്ഞ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയും എത്ര കൊല്ലത്തെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ അങ്ങനെയൊന്നും പറയുന്നില്ല. നമ്മളോട് പറയുന്നത് റീപൊസഷൻ വരെയുള്ള അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം. മക്കളെ എന്താ പറയുന്നത്? റീപൊസഷൻ വരെയുള്ള അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. ഓക്കെ, സോൾഡ് സ്കൂട്ടേഴ്സ് യു ആർ റിക്വയർഡ് ടു ഈ 3 ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാല് നമ്മളോട് എത്ര കാലം അസറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് പറയില്ല. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ഒരു കൊല്ലം കൂടി ചെയ്യാം. ഇത്ര വരെ ചെയ്തിട്ട് നമുക്ക് അടുത്ത കൊല്ലം ചെയ്യുന്നതിന്റെ പ്രശ്നം. അഥവാ അടുത്ത കൊല്ലം ചെയ്യുന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത് ബുക്ക് വാല്യൂവിന്റെ മേലെയാണ്. ഏതാ ബുക്ക് വാല്യൂ? നിങ്ങൾക്ക് ഇപ്പൊ വരുന്ന ബാലൻസ് എത്രയാ? ബാലൻസ് 3,53,280 അസറ്റ് വാല്യൂ. അതിൽ നിന്ന് 78,890 അസറ്റ് പോയി. അതിന്റെ കൂടെ ലോസും ഉണ്ട് 38,870. 2,35,520 ബൈ ബാലൻസ് ക്യാരി ഓൺ. മക്കളെ സെയിം ഡേറ്റ്. ഇനിയിപ്പോ അതോ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്തോ, എന്നിട്ട് ചെയ്തോ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തോ. ഞാനിത് കംഫർട്ടബിൾ ആക്കുന്നത് എന്തുകൊണ്ടാ?
എന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഞാൻ എടുക്കുമ്പോൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ഇതും മിസ്സായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡിപ്രിസിയേഷൻ തെറ്റും, ഡിപ്രിസിയേഷൻ തെറ്റി ആൻസർ തെറ്റും. എനിക്ക് കണക്ക് പ്രശ്നം ഉണ്ടാവില്ല. 2,35,520 എടുത്തു കഴിഞ്ഞാൽ അത് അടുത്തോട്ട് അതെന്ത് ചെയ്യുക, ആ സെയിം ഡേറ്റിന് ആദ്യം ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്യുക, എന്നിട്ട് ഒരു കൊല്ലത്തെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുക. കംഫർട്ടബിൾ. ഞാൻ കോംപ്ലിക്കേഷൻ കുറയ്ക്കുകയാണ്, പക്ഷെ സ്റ്റെപ്പ് കുറേ കൂടും. സ്റ്റെപ്പ് കൂടിക്കോട്ടെ. പഠിക്കുമ്പോൾ സ്റ്റെപ്പ് കൂടിയ പ്രശ്നമില്ല, എക്സാമിന് നിങ്ങൾ എന്തും ചെയ്യും. ഞാൻ പറയുന്ന മനസ്സിലാക്കുന്നില്ല. ഓക്കെ, ഇതോടെ നമുക്ക്, കാരണം ഇതുവരെ കുറച്ച് ചോദിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഇതുവരെ കഴിഞ്ഞു, ഇതോടെ കഴിഞ്ഞു. ഓക്കെ, ഇതോടെ കഴിഞ്ഞു. ശരിക്കും അസറ്റ് അക്കൗണ്ട് ഇതോടെ കഴിഞ്ഞു. നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്, ചെയ്യാം, പേടിക്കണ്ട. എല്ലാവരും 2,35,520. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബാങ്കുകൾ നമ്മളോട് പറയുന്നുണ്ട് 25th ഏപ്രിലിന് സെറ്റിൽ ചെയ്യും. സോറി, 5 മാസം കഴിഞ്ഞ് സെറ്റിൽ ചെയ്യും. 5 മാസം, 1 മാസം, എത്ര മാസമായാലും എത്ര ദിവസമായാലും ഇൻട്രസ്റ്റ് അപ്ലിക്കബിൾ ആവും. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 5 മാസം കഴിഞ്ഞാൽ, ഓക്കെ, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, 30th ഓഗസ്റ്റ്, ഓക്കെ, ഈ മാസം 30th, ഓക്കെ, ബൈ ഇൻട്രസ്റ്റ്, സോറി 30 അല്ല 31 ആണ്, ബൈ ഇൻട്രസ്റ്റ്. എത്ര എമൗണ്ട്? 1,65,000 വാല്യൂ ഒന്നും എടുക്കേണ്ടത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതും ഒന്നുകൂടി ബാലൻസ് ചെയ്തിട്ട് ആദ്യം എടുക്കാം. വേണ്ട, ഞാൻ അത്ര കൂടുതലാക്കണ്ട. 1,65,000 minus 78,890 into 15%. If I am right, 15%. 1,65,000 minus 78,890 into 15% into 5/20. Into 5/20. That is equal to 5,382. Okay. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 5 മാസം കഴിഞ്ഞാൽ 5 മാസത്തെ ഇൻട്രസ്റ്റ് ഡ്യൂ ചെയ്ത് അതിനുശേഷം എന്ത് സെറ്റിൽ ചെയ്ത് 5 മാസം കഴിഞ്ഞാൽ 31/8/2018 ടു ബാങ്ക്. എത്ര എമൗണ്ട്? ഇത്ര എമൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ബാലൻസ് ഫിഗർ എത്ര? 1,65,000 പ്ലസ് 5,382 മൈനസ് 78,890. ദാറ്റ് ഈസ് ഈക്വൽ ടു 91,492. മക്കളെ, ഇതാണ് കോൺസെപ്റ്റ്. ഇതാണ് കോൺസെപ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. അസറ്റ് അക്കൗണ്ട് നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടതിന് അടുത്ത കൊല്ലം ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഇതിന്റെ മേലെ എടുക്കരുത്. തെറ്റാണ്. ഇതിന്റെ മേലെയാണ് ഡിപ്രിസിയേഷൻ എടുക്കേണ്ടത്. ഇതാണ് ശരി. 2,35,520. കാരണം അതാണ് നമ്മുടെ ബാലൻസ്. പ്രീ പൊസഷന് ശേഷം നമ്മുടെ കയ്യിൽ അസറ്റിന്റെ വാല്യൂ 2,35,520. ചില ആൾ ചിന്തിക്കും, സർ 30% ഡിപ്രിസിയേഷൻ, 20%. മക്കൾ 30% ഹയർ വെൻഡർ പോയിന്റ് ഓഫ് വ്യൂ ആണ്. എന്റെ പോയിന്റ് ഓഫ് വ്യൂ 20% ഒരു കാലത്ത് മാറുകയും ചെയ്യില്ല. ഒരു കാലത്തും മാറുകയും ചെയ്യില്ല. ചില ആൾ ചിന്തിക്കും, സർ ഈ 3,53,000 ഒന്നും പോരാ, 30% ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം, എന്നിട്ട് നമ്മൾ കൊടുക്കണം. വേണ്ട, അത് അയാളുടെ ഡിപ്രിസിയേഷൻ റേറ്റ് ആണ്, നമ്മുടെ ഡിപ്രിസിയേഷൻ റേറ്റ് അല്ല. നമ്മുടെ ഡിപ്രിസിയേഷൻ റേറ്റ് ആണ് നമ്മൾ എടുക്കേണ്ട ആവശ്യം. ഓക്കെ, ഒരു എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻ, പെർഫെക്റ്റ് 16th ക്വസ്റ്റ്യൻ എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങൾക്ക് അതിന്റെ സൈഡിൽ എഴുതാനായിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സാസ്റ്റർ ആൻസർ പോയിട്ട് നോക്കാം. Question number 13. On 1st April 2011, Fastrack Motors Company sells a truck on hire purchase basis to Teja Transport Company for a total hire purchase of 9 lakh, payable as to 2,40,000 as down payment and the balance in 3 equal annual installments of 2,20,000 each, payable on 31st March 2012, 13/14. The hire vendor charges interest at 10% per annum. മക്കളെ, ഇവിടെ ഈ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് തന്നെയാണ്. കാരണം എന്താ, ഹയർ പർച്ചേസ് പ്രൈസ് തന്നിട്ടുള്ളത് 2,20,000 into 3 plus 2,40,000 ടോട്ടൽ ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? 9 lakhs കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടത്? നമുക്ക് ഇൻസ്റ്റാൾമെന്റ് തന്നിട്ടുണ്ട്, പക്ഷെ എന്തെന്നില്ല, ക്യാഷ് പ്രൈസ് തന്നില്ല. നമ്മൾ ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കണം. റിവേഴ്സ് കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ശ്രദ്ധിക്കും. റിവേഴ്സ് കാൽക്കുലേഷൻ നമുക്കറിയാം. യു ആർ റിക്വയർഡ് ടു ascertain the cash price of the truck for Teja Transport Company. Calculation may be made to the nearest rupee. നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, ഇത് May 2018 8 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ. മക്കളെ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 11. X Transport Limited purchased from Delhi Motors 3 tumbos costing 50,000 each on hire purchase system on 1/1/2011. Payment was to be made 30,000 down and the remainder in 3 equal annual installments payable on 31/12/2011, 31/12/2012, and 31/12/2013 together with interest at 9%. Okay. X Transport Company, X Transport Limited writes of depreciation at the rate of 20% of the diminishing balance. He paid the installment due the first year, that is 31/12/2011, but could not pay the next on 31/12/2012. Delhi Motors agreed to leave one tumbo with the purchaser on 1/1/2013, adjusting the value of the other 2 tumbos against the amount due. Okay. And the tumbos were valued on the basis of 30% depreciation annually. Show the accounts in the books of X Transport Company
ഫോർ ദി ഇയേഴ്സ് 2011, 12, 13. അതായത് പാർഷ്യൽ റീപ്രൊസഷൻ മാത്രമുള്ള ഒരു ക്വസ്റ്റൻ ആണ്. എന്തില്ല, ഗുഡ്സ് റീപ്രൊസസ് ചെയ്തത് അസറ്റ് സെയിൽ ചെയ്യുന്നില്ല. മക്കളെ ഡയറക്ട്ലി ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ചെയ്താൽ ക്വസ്റ്റ്യൻ നമ്പർ 11 ബാലൻസ് പേയ്മെന്റിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പേയ്മെന്റ് ഒന്നും പറയുന്നില്ല, പേയ്മെന്റ് നടത്തിയിട്ടാണ് അർത്ഥം. അതായത് ഹയർ വെൻഡർ അക്കൗണ്ടും ബാലൻസ് ഉണ്ടാവും, കുറച്ച് എമൗണ്ട് പൈസ കൊടുത്തില്ല എന്നുള്ള രീതി. ഓക്കെ, ഇത്രയും. ഫസ്റ്റ് നമ്മൾ എന്താ പറയുന്നത് വെച്ചാല്, അതായത് ക്വസ്റ്റ്യനിൽ പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 11 അതിൽ പറയുന്നത് നമ്മൾ 50,000 3 അസറ്റ് വാങ്ങിച്ചപ്പോൾ ജേർണൽ എൻട്രി 1/1/2011 ഡൽഹി മോട്ടോഴ്സ്. ഡൽഹി മോട്ടോഴ്സിന്റെ നമ്മൾ വാങ്ങിച്ചത് എത്രയാണ് പൈസ? 1,50,000. കാരണം ഒന്നിന് 50,000 ആണെങ്കിൽ മൂന്നിന് 1,50,000. നമ്മൾ എന്ത് ചെയ്യാം, ആ ഡൽഹി മോട്ടോഴ്സിന്റെ ലെഡ്ജർ അക്കൗണ്ട് ബൈ ടെമ്പോ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുക. കാരണം ജേർണൽ എൻട്രി ടെമ്പോ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഡൽഹി മോട്ടോഴ്സ് എന്നാണ്. അതിനുശേഷം ഡൗൺ പേയ്മെന്റ് ജേർണൽ എൻട്രി ഡൽഹി മോട്ടോഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് സെയിം ഡേറ്റിന് 30,000. അതിനുശേഷം അടുത്ത ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിന്റെ ജേർണൽ എൻട്രി ആണ്. ഒരു കൊല്ലം കഴിഞ്ഞ ശേഷം 31/2011 ബൈ ഇൻട്രസ്റ്റ്. മക്കളെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസിന് മേലെയാണ്. അതൊന്നും തെറ്റായിട്ട് എടുത്തേക്കല്ല. 1,50,000 മൈനസ് ഡൗൺ പേയ്മെന്റ്, പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ ബിഗിനിങ്. അതിന്റെ മേലെ നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 10,800 കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 1,50,000 വാല്യൂ, അതിൽ 30,000 ഡൗൺ പേയ്മെന്റ്, 1,20,000 ആണ് അവർ പേ ചെയ്യാനുള്ളത്. അവർ പറയുന്നത് 3 ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം ഡിവൈഡഡ് ബൈ 3 ചെയ്യാം. 40,000 ആണ് പ്രിൻസിപ്പൾ ആയിട്ട് ഒരു എമൗണ്ട് പേ ചെയ്യുന്നത്. ഇനി അതിന്റെ കൂടെ ഇൻട്രസ്റ്റ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇതേപോലെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ 19. ഓക്കെ, അതിലെന്താണോ പറഞ്ഞത് അതേപോലെ. ഓക്കെ, ശ്രദ്ധിക്കേണ്ടത് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുമ്പോൾ ജേർണൽ ടു ബാങ്ക് 50,800. എങ്ങനെ ചെയ്തത്? 40,000 ആണ് പ്രിൻസിപ്പൾ പേ ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് 1,20,000 ആണ് ബാലൻസ് ഉള്ളത്. അത് 3 ഗഡുവായിട്ട് പേ ചെയ്യാൻ 40,000 വെച്ചിട്ട് 40,000 പ്ലസ് ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് എന്ന് സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ആ ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ശ്രദ്ധിക്കുക. വേണമെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് എന്നാണ് പറയുന്നത്. ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾമെന്റ് സാധാരണ പ്രിൻസിപ്പൽ പ്ലസ് ഔട്ട്സ്റ്റാൻഡിംഗ്. ബട്ട് ഇവിടെ ഒരു വേർഡ് കൊടുക്കുന്നത് ടുഗദർ വിത്ത്. ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ടുഗദർ വിത്ത് കൊടുക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ പ്രിൻസിപ്പൽ മാത്രം അസ്യൂം ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാലൻസ് ക്യാരിഡ് ഓൺ കണ്ടുപിടിക്കാൻ 80,000 കിട്ടും. ഓക്കെ, അതായത് ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഡൽഹി മോട്ടോഴ്സിന് കൊടുക്കാനുള്ള ബാലൻസ് 1,80,000. അതേപോലെ നമ്മൾ എന്താ ചെയ്യുക? അസറ്റ് അക്കൗണ്ടിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. ഡിപ്രിസിയേഷൻ 20% ആണ്. 1,50,000 20% 30,000 വരും. ബാലൻസ് ക്യാരിഡ് ഓൺ സെയിം ഡേറ്റ് എത്ര വരുന്നത്? 1,20,000. ബാലൻസ് ബ്രോട്ട് ഡൗൺ നെക്സ്റ്റ് ഇയറിൽ 1/1/2012 into ബാലൻസ് ബ്രോട്ട് ഡൗൺ 1,20,000. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഇയറിലും എന്ത് ചെയ്തോ? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തു. ഒപ്പം തന്നെ ബൈ ഡിപ്രിസിയേഷൻ 24,000. കാരണം WDV മെത്തേഡ് ആണ്. ഓപ്പണിംഗ് ബാലൻസിന് മേലെ എന്ത് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ബുക്ക് വാല്യൂന് മേലെ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം 24,000. ഓക്കെ, ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ എത്ര ഉണ്ടാവുക? 96,000. എത്ര ഉണ്ടാവുക? 96,000. ഓക്കെ, ഓരോ ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറയുന്നത് ബാലൻസിങ് എമൗണ്ട് ആണ്. ഞാൻ ബ്രാക്കറ്റില പൊതുവെ ഇടല്, അത് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ 1/1/2012 നമ്മൾ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 80,000 കാണിച്ചു. എന്നിട്ട് ആ കൊല്ലത്തെ ഇൻട്രസ്റ്റ് ഡ്യൂ ചെയ്യിപ്പിച്ചു. അതായത് അയാൾ നമ്മൾ വിളിച്ചു പറഞ്ഞു ഇൻട്രസ്റ്റ് തരാനുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ ഇൻട്രസ്റ്റ് തരാം. ഇൻട്രസ്റ്റിന്റെ ജേർണൽ എൻട്രി പാസ് ചെയ്തു. പക്ഷെ എനിക്ക് പൈസ ഇല്ല പേ ചെയ്യാം. ഓട്ടോമാറ്റിക്കലി ഞാൻ ഫെയിൽ ചെയ്തു. ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യാം? ജേർണൽ എൻട്രി അതായത് ആ കൊല്ലത്തെ ക്ലോസ് ചെയ്യാം. 87,200. 1/1/2013 എന്റെ ബാലൻസ് പറയുന്നത് 87,200. അപ്പൊ തന്നെ അവരെന്ത് ചെയ്തു? റീപ്രോസസ് ചെയ്യും. റീപ്രോസസ് ചെയ്താൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എഗ്രീഡ് വാല്യൂ തന്നിനോ നോക്കാം. തന്നിട്ടില്ല, കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് മെത്തേഡ് തന്നിന്. നമ്മൾ എന്ത് ചെയ്യുക? എഗ്രീഡ് വാല്യൂ കണ്ടുപിടിക്കുക. എഗ്രീഡ് വാല്യൂ കോസ്റ്റ് പ്രൈസ് ഓഫ് 2 ടെമ്പേഴ്സ് 1 lakh. ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ 30%. WDV മെത്തേഡ് 30,000. ബുക്ക് വാല്യൂ കിട്ടും. ഫസ്റ്റ് ഇയറിൽ 1,70,000 കിട്ടും. ഓക്കെ, 2 അസറ്റ് എടുത്തിട്ട് മക്കളെ 3 അസറ്റ് 2 അസറ്റ് റീപ്രോസസ് ചെയ്ത് അവിടെ 2 അസറ്റിന്റെ വാല്യൂ മാത്രം എടുത്താൽ മതി. ആദ്യം ലാസ്റ്റ് എത്തിയിട്ട് 2/3 1/3 ഒന്നും ചെയ്യേ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതാണ് ഏറ്റവും സിമ്പിൾസ്റ്റ് മെത്തേഡ്. നിങ്ങൾ എന്ത് ചെയ്യുക? സെക്കൻഡ് ഇയർ ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കുക. അത് 70,000. ബുക്ക് വാല്യൂവിന്റെ മേലെ 30% 21,000 കിട്ടും. നിങ്ങൾക്ക് ബുക്ക് വാല്യൂ ആസ് ഓൺ 31/2012 എന്ന് പറയുന്നത് 49,000 കിട്ടും. അതാണ് നിങ്ങളുടെ എഗ്രീഡ് വാല്യൂ.
മക്കളെ ഈ 49,000 ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് അയാളതാണ്. അയാൾ എന്ന് പറഞ്ഞാൽ ഹയർ വെൻഡറാണ്, നമ്മളതല്ല, നമ്മൾ ഹയർ പേർച്ചേസറാണ്. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബുക്ക് വാല്യൂ ഓഫ് 2 കണ്ടുപിടിക്കാം. അത് എന്തിന്റെ ബേസ് ചെയ്ത് നമ്മുടെ അക്കൗണ്ട്സ് പ്രകാരം 96,000 ആണ് വാല്യൂ ഉള്ളത്. അതിന്റെ 2/3 96,000 എവിടുന്നാണ് കിട്ടിയതാ? ഇവിടുന്നാണ് നമുക്ക് 96,000 കിട്ടിയത്. 96,000 2/3 അതായത് 64,000. 64,000 രൂപന്റെ അസറ്റ് അവരെടുത്ത് 49,000 രൂപയ്ക്ക്. അതായത് നമുക്ക് ലോസ് ആവുന്നത് ജേർണൽ എൻട്രി എന്ന് പറയുന്നത്, അതായത് ഡൽഹി മോട്ടോഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ടെമ്പോ അക്കൗണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നത് ഡൽഹി മോട്ടോഴ്സ് അക്കൗണ്ട് ആണ്. 1/1/2013 ടു ടെമ്പോ എത്രയാണ് വാല്യൂ? എത്രയൊക്കെ അവര് എഗ്രി ചെയ്യുന്ന ആ വാല്യൂ മാത്രമേ കുറയൂ, 49,000. ബാക്കി കണക്ക് കൊടുത്തേ പറ്റും. 87,200 രൂപയിൽ 49,000 ഈ അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു, ബാക്കി നമ്മൾ കൊടുക്കണം. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് അസറ്റ് അക്കൗണ്ട് സെയിം ഡേറ്റ് 1/1/2013 ബൈ ഡൽഹി മോട്ടോഴ്സ് 49,000 സെയിം ഡേറ്റിന് ബൈ P&L അക്കൗണ്ട് ബ്രാക്കറ്റിൽ ലോസ് ഓൺ സറണ്ടർ. എത്ര എമൗണ്ട്? 49,000 minus 64,000 that is equal to 15,000. 15,000. മക്കളെ നിങ്ങൾ അതിന്റെ ബാലൻസ് ഒന്നും അവിടെ കാണുന്നു വേണ്ട. നിങ്ങളോട് പറയുന്ന വെച്ചാൽ മൂന്നാമത്തെ കൊല്ലത്തെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡൽഹി മോട്ടോഴ്സിന്റെ പേയ്മെന്റിനെ കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല. ഡൽഹി മോട്ടോഴ്സിന്റെ പേയ്മെന്റിനെ കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇയർ എൻഡ് വരെ ഒരു കൊല്ലത്തെ ട്രീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? 31/12/2013 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. സർ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ആ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 96,000 ആണ് നിങ്ങളുടെ ബുക്ക് വാല്യൂ. അതിൽ നിന്ന് നിങ്ങൾ 64,000 രൂപന്റെ അസറ്റ് വിറ്റു. എത്രന്റെ അസറ്റ് ആക്ച്വലി? 64,000 രൂപന്റെ അസറ്റ്. ബാക്കിന്റെ മേലെയാണ് 20%. മക്കളെ അതിന് 30% എടുത്തേക്കല്ലേ, 20% എടുക്കേണ്ടത്. 96,000 മൈനസ് 64,000 എന്ന് പറയുന്നത് 32,000 കിട്ടും. അതിന്റെ 20% എന്ന് പറയുമ്പോൾ 6,400. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സെയിം ഡേറ്റിന് ബാലൻസ് ചെയ്യുക ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ഓക്കെ, ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുമ്പോൾ 96,000 മൈനസ് 49,000 മൈനസ് 15,000 മൈനസ് 6,400 that is equal to 25,600. ഓക്കെ, ഇതാണ് ബാലൻസ് ചെയ്തത്. ഇതാണ് ഒരു കൊല്ലം മൊത്തം ചെയ്തത്. നമ്മൾ നേരത്തെ ഒരു കൊല്ലം മൊത്തം ചെയ്തത്. ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത കൊണ്ട് ഇതാണെന്ന് പറയാം. 25,600 കിട്ടും. നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡൽഹി മോട്ടോഴ്സിന്റെ സെറ്റിൽമെന്റിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക? 31/12/2013 നമ്മൾ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഒന്നും ചാർജ് ചെയ്യേണ്ട, ഒഴിവാക്കി വിട്ട് ടു ബാലൻസ് ക്യാരി ഡൗൺ. ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യാം, ചാർജ് ചെയ്യാണ്ടിരിക്കണം ചാർജ് ചെയ്യാണ്ടിരിക്കാം, ഒന്നും പറയാതെ നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം ചാർജ് ചെയ്യുന്നു വേണ്ട, ജസ്റ്റ് 38,200 ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് ചാർജ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല മക്കളെ. ലോജിക്കലി ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണം. 38,200 ബാലൻസ് ചെയ്യും. ഇനി കാര്യം മനസ്സിലാക്കണം മക്കളെ, ഈ 25,600 കിട്ടാൻ വേറെ മെത്തേഡ് ഉണ്ട്. എന്താണ്? നിങ്ങൾ എല്ലാവരും കാൽക്കുലേറ്റർ എടുത്തോട്ടെ. കാൽക്കുലേറ്റർ 50,000 അടിക്കും. 50,000 ഒരു സെറ്റിന്റെ വാല്യൂ ഇപ്പൊ ഒരു സെറ്റല്ലേ എന്റെ കയ്യിലുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. ഫസ്റ്റത്തെ കൊല്ലത്ത് 20,000 മൈനസ് ചെയ്യാം. 10,000 മൈനസ് ചെയ്ത് നിങ്ങൾക്ക് ഫസ്റ്റ് കൊല്ലം ബുക്ക് വാല്യൂ 40,000 കിട്ടും. ആദ്യം 20% അടിക്കും, അത് കുറക്ക്, നിങ്ങൾക്ക് 32,000 കിട്ടും. രണ്ടാമത്തെ കൊല്ലം ആദ്യം 20% എടുക്കും. 6,400 മൈനസ് ചെയ്ത് 25,600. ഇതൊക്കെ കാൽക്കുലേറ്റർ വർക്കാം. ബട്ട് എക്സാമിന് വന്നാൽ നമ്മൾ ഇത് പ്രോബ്ലം ആയിട്ട് തന്നെ ചെയ്യും. ശ്രദ്ധിക്കാം മക്കളെ. ഞാൻ നിങ്ങൾക്ക് ഒരു ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല തന്നിട്ടുണ്ട്. ക്യാഷ് പ്രൈസ് ഈക്വൽ ടു ഡൗൺ പേയ്മെന്റ് പ്ലസ് പ്രസന്റ് വാല്യൂ ഓഫ് ഇൻസ്റ്റാൾമെന്റ്. അതായത് ഡൗൺ പേയ്മെന്റ് കൂടെ ഇൻസ്റ്റാൾമെന്റ് പ്രസന്റ് വാല്യൂ എടുക്കാം. പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ മക്കളെ ശ്രദ്ധിച്ചോ? പ്രസന്റ് വാല്യൂ ഓഫ് ഇൻസ്റ്റാൾമെന്റ്. ഇനി ബൈ ചാൻസ് ഇൻസ്റ്റാൾമെന്റ് സെയിം എമൗണ്ട് ആണെങ്കിൽ, ഇൻസ്റ്റാൾമെന്റ് സെയിം എമൗണ്ട് ആണ്, ഫോർ എക്സാമ്പിൾ 30,000 ഈച്ച് ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രസന്റ് വാല്യൂ ഫാക്ടറും പ്രസന്റ് വാല്യൂ ആന്വിറ്റി ഫാക്ടറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആന്വിറ്റി എന്ന് പറഞ്ഞാൽ സെയിം എമൗണ്ട് വരുത്താം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യാഷ് പ്രൈസ് ഈക്വൽ ടു ഡൗൺ പേയ്മെന്റ് പ്ലസ് ഇൻസ്റ്റാൾമെന്റ് ഇൻറ്റു പ്രസന്റ് വാല്യൂ ആന്വിറ്റി ഫാക്ടർ. Cash price equal to down payment plus installment into present value factor, annuity factor. മക്കളെ ഞാനിത് നിങ്ങളുടെ ബുക്കിൽ തന്നില്ലെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്ക്. മക്കളെ എഴുതിക്കോ. Cash price equal to down payment plus present value of installments. അപ്പോൾ ഈ ഫോർമുല if installment amount is not same. Okay, അല്ലെങ്കിൽ cash price equal to down payment plus
installment into present value annuity factor if installment amount is same. Is not same, is same. Okay, ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക. Question number 3 ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. On 1st April 2011, a manufacturing company buys on hire purchase system a machinery for 90,000 payable by 3 equal annual installments combining principal and interest. Principal and interest കൂടി എത്രയാണ്? 30,000 വെച്ചിട്ടാണ് പേ ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അത് 90,000 എന്ന് പറയുന്നത് ഹയർ പർച്ചേസ് പ്രൈസ് ആണ് മക്കളെ മനസ്സിലാക്കണം. ഹയർ പർച്ചേസ് സിസ്റ്റം എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒപ്പം മനസ്സിലാക്കേണ്ടത് അത് ഹയർ പർച്ചേസ് പ്രൈസ് ആണ്. The rate of interest was 5% per annum. Calculate amount of cash price and interest assuming the present value of an annuity of 1 rupee for 3 years at 5% interest rate is 2.723. മക്കളെ, annuity factor നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കണം. present value annuity factor അല്ലെങ്കിൽ present value എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? അത് നിങ്ങൾ FM-ൽ പഠിക്കും, ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ. ഓക്കെ, അത് ഞാൻ എടുത്തിട്ട് ആദ്യം എന്ത് ചെയ്യേണ്ട, സർ ഒരു രീതി പഠിപ്പിച്ചിട്ടുണ്ടാവും, ഞാൻ വേറെ രീതി പഠിപ്പിച്ചിട്ട് കോളാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത് എന്താണെന്ന് പഠിക്കണം, അത് ഇവിടെ എടുത്താൽ മതി. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ തന്നെ ഞാൻ പറഞ്ഞുതരാം. 90,000 ആണ് ഹയർ പർച്ചേസ് പ്രൈസ്, ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 30,000. മക്കളെ, ഈ 90,000 എന്ന് പറയുന്നത് ഹയർ പർച്ചേസ് പ്രൈസ് ആണ്. ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുമ്പോൾ ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. ക്യാഷ് പ്രൈസ് പ്ലസ് ടോട്ടൽ ഇൻട്രസ്റ്റ്. 30,000 ആണ് ഇൻസ്റ്റാൾമെന്റ്. മക്കളെ, ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്യാഷ് പ്രൈസ് ഈക്വൽ ടു ഡൗൺ പേയ്മെന്റ് പ്ലസ് ഇൻസ്റ്റാൾമെന്റ് ഇൻടു പ്രസന്റ് വാല്യൂ ആന്യൂറ്റി ഫാക്ടർ. അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡൗൺ പേയ്മെന്റ് 0 ആണ്. 30,000 ഇൻടു 2.723 ദാറ്റ് ഈസ് ഈക്വൽ ടു 30,000 ഇൻടു 2.723 81,690 നിങ്ങൾക്ക് കിട്ടും. 81,690 അതാണ് ക്യാഷ് പ്രൈസ്. അതാണ് എന്ത്? ക്യാഷ് പ്രൈസ്. നിങ്ങളോട് എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റും കണ്ടുപിടിക്കാം. ക്യാഷ് പ്രൈസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഫോർമാറ്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇൻട്രസ്റ്റും കൂടി കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ട്. ക്യാഷ് പ്രൈസിന് ഡൗൺ പേയ്മെന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാഷ് പ്രൈസിന്റെ മേലെ തന്നെ ഇൻട്രസ്റ്റ് ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 3 ഹോംവർക്ക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 ഹോംവർക്ക് ആണ്. ഓക്കെ, ചെയ്ത് കഴിഞ്ഞ് ഇനി ഇൻട്രസ്റ്റ് മാത്രം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. മക്കളെ, നമ്മൾ ഈ ചാപ്റ്റർ എന്താ പഠിച്ചതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഓക്കെ കുറെ ടേംസ് പഠിച്ചു. ടേംസ് ഇപ്പൊ നമുക്ക് സിമ്പിൾ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ ജേർണൽ എൻട്രീസ് ആണ്. ജേർണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ഹയർ പർച്ചേസ്, ജേർണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ഹയർ വെണ്ടർ. ജേർണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ഹയർ പർച്ചേസ് എന്ന് പറയുമ്പോൾ 2 മെത്തേഡ്, ക്യാഷ് പ്രൈസ് മെത്തേഡും ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡും. അവിടെ ജേർണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ഹയർ വെണ്ടർ എന്ന് പറയുമ്പോൾ സെയിൽസ് മെത്തേഡും ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡും. ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹയർ പർച്ചേസർ. ഹയർ പർച്ചേസറിന്റെ കേസിൽ ഞാൻ അവിടെ പോകുന്നു, വാങ്ങിക്കുന്നു, എഗ്രിമെന്റിൽ ഏർപ്പെടുന്നു. ജേർണൽ എൻട്രി അസറ്റ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ഹയർ വെണ്ടർ. നെക്സ്റ്റ് ജേർണൽ എൻട്രി ഡൗൺ പേയ്മെന്റ് നടത്തുമ്പോൾ ഹയർ വെണ്ടർ അക്കൗണ്ട് അപ്ഡേറ്റ് ടു ബാങ്ക്. നെക്സ്റ്റ് ജേർണൽ എൻട്രി 1 കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഡ്യൂ ചെയ്യുമ്പോൾ എന്താ ജേർണൽ എൻട്രി? ഇൻട്രസ്റ്റ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ഹയർ വെണ്ടർ. പിന്നെ ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുമ്പോൾ ഹയർ വെണ്ടർ അക്കൗണ്ട് അപ്ഡേറ്റ് ടു ബാങ്ക്. പിന്നെ ഡിപ്രീസിയേഷൻ, എന്റെ അസറ്റ് ആണ്, ഞാൻ ചാർജ് ചെയ്യണം, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്ഡേറ്റ് ടു അസറ്റ് അക്കൗണ്ട്. നെക്സ്റ്റ് നമ്മൾ ക്ലോസിംഗ് എൻട്രി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ഇൻട്രസ്റ്റ് ഡിപ്രീസിയേഷൻ. ഫസ്റ്റ് in the books of hire purchaser കഴിഞ്ഞു. നെക്സ്റ്റ് in the books of hire vendor. ഹയർ വെണ്ടറിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് അസറ്റ് വാങ്ങിക്കും, അസറ്റ് സെയിൽ ചെയ്യും. ജേർണൽ എൻട്രി hire purchase account up to HP sales account. Next journal entry down payment receive cash account up to hire purchaser. Next journal entry interest due ചെയ്യുമ്പോൾ hire purchaser account up to interest account income. അടുത്ത journal entry എന്ന് പറയുമ്പോൾ installment receive ചെയ്യുമ്പോൾ cash account up to hire purchaser. Next journal entry HP sales ക്ലോസ് ചെയ്യുക, interest ക്ലോസ് ചെയ്യുക. രണ്ടും income ആണ്. ഒന്ന് direct income, ഒന്ന് indirect income. Journal entry hire purchase sales account up to trading account, പിന്നെ interest account up to P&L account. അതോടെ അതും കഴിഞ്ഞു. Interest suspense method. Interest suspense method first two journal entries same. Third journal entry നമ്മൾ എന്ത് ചെയ്യണം? accrued ആയിട്ടുള്ള interest നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം തന്നെ recognize ചെയ്യണം. Journal entry interest suspense account up to hire vendor account. അതായത് ഒരു asset ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ interest ഡ്യൂ ചെയ്യുമ്പോൾ journal entry interest account up to hire vendor അല്ല, interest account up to interest suspense. ഇതാണ് ക്രക്സ്. ഈ രണ്ട് journal entry മാറ്റം, വേറൊന്നും മാറ്റില്ല. എല്ലാ കൊല്ലം ഇങ്ങനെ തന്നെ പാസ് ചെയ്യാം. പക്ഷെ ഫസ്റ്റ് journal entry ആ ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രം പാസ് ചെയ്താൽ പിന്നെ പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ് ഹയർ വെണ്ടറിന്റെ കേസിലാണെങ്കിൽ
First journal entry same, second journal entry same, third journal entry എന്ന് പറയുന്നത് hire purchase account up to interest suspense account ഒരു വെറുതെ ഉള്ള ഒരു liability. Okay, അത് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് ആക്ച്വൽ liability അല്ല മക്കളെ, ഫേക്ക് ആണ്. എന്നിട്ട് എന്താ ചെയ്യുക, അടുത്ത ഇൻട്രസ്റ്റ് ഡ്യൂ ചെയ്യുമ്പോൾ journal entry interest suspense account up to interest. ഇതേപോലെ എല്ലാ കൊല്ലം ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഇൻട്രസ്റ്റ് സസ്പെൻസിന്റെ ബാലൻസ് 0. സർ ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡിൽ ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രസന്റ് ചെയ്യാം? ശ്രദ്ധിക്കുക എല്ലാവരും. അതായത് നമ്മൾ ഇൻട്രസ്റ്റ് സസ്പെൻഷൻ മെത്തേഡ് ഫോളോ ചെയ്യുന്നതിന് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഓക്കെ, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അസറ്റ് എന്ന് പറയുന്നത് അസറ്റിന്റെ ബുക്ക് വാല്യൂവിൽ കാണിക്കാം, ഓർ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ മെത്തേഡ് ആണെങ്കിൽ കോസ്റ്റിൽ കാണിക്കാം. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ, അതായത് ഹയർ വെണ്ടറിന്റെ കേസിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഹയർ വെണ്ടറിന്റെ ബാലൻസ് ഇന്നർ കോളത്തിൽ കാണിക്കുക, അതിൽ നിന്ന് ലെസ് ഇൻട്രസ്റ്റ് സസ്പെൻസ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ഫ്രം ഹയർ വെണ്ടർ. അതേപോലെ ബുക്സ് ഓഫ് ഹയർ വെണ്ടർ ഇൻട്രസ്റ്റ് സസ്പെൻസ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ഫ്രം ഹയർ പർച്ചേസ്. ഇതാണ് നമ്മുടെ ട്രാൻസാക്ഷൻസ്. ഓക്കെ, ഇത് ഞാൻ ഇതുവരെ പറ്റില്ല, ഇപ്പം പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കണം പ്രസന്റേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ശ്രദ്ധിക്കും. ഇതിനുശേഷം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പാർഷ്യൽ റീപൊസഷൻ, ഓക്കെ, അല്ലെങ്കിൽ റിവേഴ്സ് വർക്കിംഗ് ഫസ്റ്റ് ഇയർ. ഓക്കെ, ഇയർ പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദി എൻഡ്, ഇൻസ്റ്റാൾമെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ്, ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദി ബിഗിനിങ്. മക്കളെ അത് നമ്മളിങ്ങനെ പറഞ്ഞു ചെയ്യണം, അല്ലാണ്ട് ജസ്റ്റ് ബൈ ഹാർട്ട് ആക്കണ്ട. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറഞ്ഞാൽ കംപ്ലീറ്റ് റീപൊസഷൻ ആണെങ്കിൽ പിന്നെ അവർ തമ്മിലുള്ള ഒരു ബന്ധമില്ല. ജസ്റ്റ് ജേർണൽ എൻട്രി എന്താണ്, അതായത് ഹയർ വെണ്ടർ അക്കൗണ്ട് അപ് ടു അസറ്റ് അക്കൗണ്ട്, എത്ര വാല്യൂ, അവരെ ഫുൾ വാല്യൂസ് വെച്ച് കാണിക്കാം. രണ്ടാമത് എത്രയാണ് വാല്യൂഡ്, രണ്ടാമത് എത്രയാണ് ബാലൻസ്, അത് വെച്ചിട്ട് കാണിക്കാം. പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, ലോസ് ആണെങ്കിൽ ലോസ്. ഓക്കെ, ഇതാണ് കംപ്ലീറ്റ് റീപൊസഷൻ. ഇനി കംപ്ലീറ്റ് റീപൊസഷനിൽ ഹയർ വെണ്ടർ പോയിന്റ് ഓഫ് വ്യൂ എന്താ ജേർണൽ, ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട് അപ് ടു ഹയർ പർച്ചേസ്, അഗ്രീഡ് വാല്യൂ അല്ല, ബാലൻസ് ഇൻ ദി ബുക്സ് ഓഫ്, അല്ലെങ്കിൽ ഹയർ പർച്ചേസിന്റെ ബാലൻസ് എത്രയുണ്ട് അതാണ് കാണിക്കേണ്ടത്. ഹയർ പർച്ചേസിന്റെ ബാലൻസ് എത്രയുണ്ട്, ഇപ്പൊ ഞാൻ ഹയർ വെണ്ടർ ആണെങ്കിൽ എന്റെ ബുക്സിലെ ഹയർ പർച്ചേസ് എത്രയാണോ തരാനുള്ള ആ വാല്യൂ നമ്മൾ എന്തിൽ കാണിക്കാം, ഗുഡ്സ് റീപൊസസ്ഡ് കാണിക്കാം. ഏത് മെത്തേഡിൽ, കംപ്ലീറ്റ് റീപൊസഷനിൽ. മക്കളെ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്, ചാൻസ് ഉണ്ട്. കാരണം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇൻഷുറൻസ് ബുക്കിലുണ്ട്, അത് വരാനുള്ള ചാൻസ് എപ്പോഴും കൂടുതലാണ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞ പാർഷ്യൽ റീപൊസഷനിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അവർ തമ്മിലുള്ള എഗ്രിമെന്റ് ഫിനിഷ് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ എഗ്രീഡ് വാല്യൂ കണ്ടുപിടിക്കണം. എഗ്രീഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ അവർ രണ്ടാളും തമ്മിൽ ഒരു എഗ്രി ചെയ്യും. കാരണം ഞാൻ ഹയർ പർച്ചേസർ ആണ്, ഞാൻ അസറ്റ് യൂസ് ചെയ്ത് റഫ് ആണെങ്കിൽ ആ അസറ്റിന് ഇപ്പോൾ വാല്യൂവേ ഉണ്ടാവില്ല. എന്നാലും എന്ത് ചെയ്യൂല, ഞാൻ പറയുന്ന വാല്യൂവിനെ അയാളെ ആക്സെപ്റ്റ് ചെയ്യൂല, അയാൾ പറയുന്ന വാല്യൂവിനെ ഞാനും ആക്സെപ്റ്റ് ചെയ്യില്ല. അത് നമ്മൾ എന്ത് ചെയ്യും, മ്യൂച്വലി ആക്സെപ്റ്റ് ചെയ്യുന്ന വാല്യൂ കണ്ടുപിടിക്കും. അതിനാ പറയാ എഗ്രീഡ് വാല്യൂ, കൺസിഡറേഷൻ വാല്യൂ, അങ്ങനെ പറയാം. ഓക്കെ, എന്നിട്ട് ആ വാല്യൂ നമുക്ക് ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് തരും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക, ശ്രദ്ധിക്കും. എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ, ജനറലി നിങ്ങൾക്ക് ഒരു ഡിപ്രീസിയേഷൻ റേറ്റ് ഉണ്ടാവും, അതിന് പുറമെ വേറൊരു ഡിപ്രീസിയേഷൻ റേറ്റ് തരും, എൻഹാൻസ്ഡ് ഡിപ്രീസിയേഷൻ. ഈ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ ബുക്ക് വാല്യൂ കിട്ടുന്നത് അതാണ് എഗ്രീഡ് വാല്യൂ. നിങ്ങൾ എന്ത് ചെയ്യുക, സാധാരണ രീതിയിൽ ചെയ്യുക. ഇതൊക്കെ മാറ്റർ ഓഫ് ടൈം. ഞാനിപ്പോ 10 മിനിറ്റ് കൊണ്ടാണ് ഇത് മക്കളെ റിവൈസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ജേർണൽ എൻട്രി സാധാ ജേർണൽ ഹയർ വെണ്ടർ അക്കൗണ്ട് ടു അസറ്റ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡ്, ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡ്. ജനറലി ലോസ് ആയിരിക്കും ഉണ്ടാവാം. ഇനി ഹയർ വെണ്ടർ ബുക്സിലോ ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട് ടു ഹയർ പർച്ചേസ് അക്കൗണ്ട്, വാല്യൂ എഗ്രീഡ് വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ടുണ്ട്, ആ അസറ്റ് വിൽക്കാൻ വേണ്ടിയുള്ള കണ്ടീഷൻ ആക്കണമെങ്കിൽ അത് ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ആണ്. അതുകൊണ്ട് ജേർണൽ എൻട്രി ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട് ടു ക്യാഷ് ഓർ ബാങ്ക്, ഓർ കൊടുക്കാനുണ്ട് ആ കൊടുക്കാനുള്ള പേര്. ഇനി അടുത്ത ജേർണൽ എൻട്രി സെയിൽ ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു ഗുഡ്സ് റീപൊസസ്ഡ്, നമ്മൾ എന്ത് ചെയ്യാം, ഡെബിറ്റ് സൈഡിൽ ബാലൻസ് വരുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ്, ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് വരുന്നുണ്ടെങ്കിൽ ലോസ്. ദാറ്റ്സ് ഇറ്റ്.